വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചു എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചു എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നാം ആദ്യം കർത്താവ് നമ്മെ വിളിച്ചു എന്ന് വിശ്വസിക്കണം. കർത്താവ് വിളിച്ചെങ്കിൽ, കർത്താവ് വിളിച്ച് വേർതിരിച്ചെങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തും എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയണം. കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ഓരോ ആവശ്യങ്ങളും നടത്തിത്തരുവാൻ, ഓരോ കാര്യങ്ങളും നടത്തിത്തരുവാൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ കർത്താവിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നാം ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ വഴി നടത്തുന്ന വിധങ്ങളെ നാം കണ്ട് ആശ്ചര്യപ്പെടുവാൻ, വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് ഇടയായിത്തീരും. അതുപോലെ തന്നെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഉറപ്പ്, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് തൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ യാഗമായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത് എന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുകയാണെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യാതെ ആ അളവറ്റ സ്നേഹം നിറഞ്ഞ ആ കർത്താവിനെ നാം സ്നേഹിക്കുവാൻ ശ്രമിക്കണം. നാം ആ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, കർത്താവ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നാം കർത്താവിന് ഹിതമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത്, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്ത്, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നാം മാറും. അപ്പോഴാണ് കർത്താവിനെ നാം സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച, നമുക്ക് ആ അവസാനം വരെയുള്ള രക്തം ചിന്തി നമുക്ക് തന്നെ ഏൽപ്പിച്ച ആ കർത്താവിൻ്റെ മുഖത്ത് നോക്കി നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തരുവാൻ ഇടയായിത്തീരും. നമ്മുടെ കഷ്ടതകളെ ദൈവത്തിനെടുത്തു മാറ്റുവാൻ സാധിക്കും. നമ്മുടെ പ്രയാസങ്ങളെ എടുത്തു മാറ്റുവാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റുവാൻ സാധിക്കും. നമ്മെ സംരക്ഷിച്ച് വഴി നടത്തി നമ്മെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കുവാൻ കാരണമായി തീരും. കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ മനസ്സിലാക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക, വചനപ്രകാരം ജീവിക്കുക, സത്യത്തിന് മുൻഗണന കൊടുത്ത്, ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കും മുൻഗണന കൊടുത്ത് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനും, ദൈവം നമ്മെ സഹായിക്കുവാനും, ദൈവം നമ്മെ സംരക്ഷിക്കുവാനും ഇടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളേവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.